ഹലോ എവരി വൺ, വെൽക്കം ടു നിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക് പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാലക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അരി വേവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാസ്മതി റൈസ് ആണെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറുപ്പത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായി വരുമ്പോൾ 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് 5-6 ഗ്രാമ്പൂ, പിന്നെ തക്കോലം ഇതെല്ലാം ഇട്ട് പിന്നെ 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് അത് തിളയ്ക്കട്ടെ. ആ നേരം കൊണ്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാനായിട്ട്. അപ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പം ഒരു 1/2 kg, 1/2 കിലോ ഞാനാണെങ്കിൽ പാലൊക്കെ എടുത്തിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണേ. ഇത് നമുക്കാണെങ്കിൽ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒത്തിരി നമുക്കങ്ങ് വേവിക്കണ്ട കേട്ടോ. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും. പിന്നെ കാണാനൊരു ലുക്ക് വരത്തില്ല. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ആക്കല്ലേ കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കണം അത്. അപ്പോൾ നമുക്കത് ആവട്ടെ. ആ നേരം നമ്മളിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിയെല്ലാം നമ്മൾ കുതിർത്തി വെച്ചില്ലായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അരിയകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എക്സ്ട്രാ വേറെ വേവിക്കുന്നില്ല ഇത്. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ആ നേരം നമ്മൾ പാലക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. കളർ ചേഞ്ച് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കളർ നമുക്ക് ഇതുപോലെ തന്നെ വേണം കേട്ടോ കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് ഈ വെള്ളമാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇതാണ് നമുക്ക് ആട്ട കുഴയ്ക്കാനൊക്കെ ചപ്പാത്തിക്ക് നമ്മളാണെങ്കിൽ എടുക്കത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിൽ പാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് അതിട്ട് കൊടുത്തു. ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതായിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ സൈഡിൽ നമ്മളാണെങ്കിൽ ചോറ് നമ്മൾ അരി വേവിക്കാൻ വെച്ചില്ലായിരുന്നു. അതും നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കാണെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ കേട്ടോ. അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ അതും വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ വലിയൊരു കടായി അടുപ്പത്ത് വെക്കാം കേട്ടോ. കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കത് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന കഴിയുമ്പോൾ നമുക്കത് ജീരകം ഇട്ട് കൊടുക്കണം. എണ്ണയുടെ പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇത് കൂടുതലും ടേസ്റ്റ് നെയ്ക്കകത്തായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു 10-12 നമുക്കാണെങ്കിൽ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പം നമുക്ക് അതാണ് ഈ സവാള പൊടിയായി അരിഞ്ഞ് ഒരു സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറന്നുപോലെ അതിന് തൊട്ടുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിനി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. നമ്മുടെ മസാലയ്ക്ക് ഒന്ന് കരിഞ്ഞ് പോകാൻ സൂക്ഷിക്കണം. അപ്പോൾ മസാലയ്ക്ക് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ നമുക്ക് പാലക്കിൻ്റെ പ്യൂരി നമ്മൾ റെഡിയാക്കി വെച്ചില്ല, അത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അത് ചെറുതായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് സോത്തേ ചെയ്യേണ്ട. കണ്ടോ അതിൻ്റെ കളർ കണ്ടോ, ഇതുപോലെ തന്നെ കളർ വേണം നമുക്ക്. അപ്പോൾ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിയ മോയ്സ്ചറില്ലേ, ഒത്തിരി വെള്ളാംശം പോലെ തോന്നുന്നു, അതൊന്ന് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. കുറച്ച് വെള്ളം ഇരിക്കട്ടെ കേട്ടോ. നമ്മൾ ചോറും കൂടെ വന്നിട്ട് ആവി കയറ്റിയെടുക്കണം ഒന്നും കൂടെ ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിച്ച് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് അപ്പോൾ ഇത്രയും ഇനഫാണ് കേട്ടോ. നമ്മളിനി ചോറ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ നോക്കണം കേട്ടോ. ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ എങ്ങനെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കണം. അഥവാ നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് 2-3 ടീസ്പൂൺ നമുക്ക് നെയ്യ് നന്നായി ഒഴിച്ച് കൊടുക്കണം. പിന്നെ അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് ആയി വരട്ടെ. അപ്പോൾ ഇത് നെയ്യൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി താഴ്ന്ന അടിയിൽ നിന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കണേ. നമ്മൾ ചോറൊക്കെ പൊട്ടിപ്പോകാൻ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു പോകും, കഴിക്കാൻ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റിന് വേണ്ടി. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പാത്രം കടപ്പൊക്കെ ഒന്ന് തുറക്കുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവർ, നല്ല ഒരു അരോമയായിരിക്കും കേട്ടോ വീട് മൊത്തം. അപ്പോൾ എല്ലാവരും വീട്ടുകാരൊക്കെ എല്ലാം ഓടി വരും കഴിക്കാനായിട്ട്. അത്രയും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. മക്കൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അവർക്കൊക്കെ ഹെൽത്തിനും നല്ല പാലക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറന്നുപോലെ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.